നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവിയാണ് ശ്രീ മഹാലക്ഷ്മി ദേവി എന്ന് പറയുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള ലോകത്തെമ്പാടുമുള്ള മഹാലക്ഷ്മി ഉപാസകർക്ക് ഞങ്ങളുടെ അനുഭവങ്ങൾ പ്രകാരം വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഭഗവതിയാണ് മഹാലക്ഷ്മി ഭഗവതി എന്ന് പറയുന്നത്. ഉള്ളിൽ തട്ടി എന്ത് കാര്യം അമ്മയോട് പറഞ്ഞാലും അമ്മ അത് കേട്ട് വേണ്ടത് നടത്തി തരും എന്നുള്ളതാണ്. ഇന്ന് വരെയുള്ള അനുഭവം എന്ന് പറയുന്നത് ആ മഹാലക്ഷ്മി ഭഗവതിയുടെ ഏറ്റവും ശക്തിയാർന്ന ഒരു സംഖ്യ അഥവാ ഒരു നമ്പറിനെ പറ്റിയാണ് ഇന്ന് ഞാൻ ഈ ഒരു അധ്യായത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു വ്യക്തി എന്ന ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത്. ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഞാൻ പറയാൻ പോകുന്ന നമ്പർ ഒരു വെള്ള പേപ്പറിൽ എഴുതി നിങ്ങളുടെ പേഴ്സിനുള്ളിൽ വെക്കുക. ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ പേഴ്സിനുള്ളിലോ അല്ലെങ്കിൽ ബാഗിനുള്ളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പത്തണവും നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാകുവാൻ ഇത് സഹായിക്കുന്നതായിരിക്കും. ഇത് ചെയ്യുവാനായിട്ട് പ്രത്യേകം വലിയ പൂജയോ വിളക്ക് കത്തിക്കലോ കാര്യങ്ങളോ ഒന്നും വേണ്ട. മഹാലക്ഷ്മി ദേവിയിൽ വിശ്വാസമുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. ഞാൻ ഈ പറയുന്ന രീതിയിൽ എഴുതി വെക്കണം എന്ന് മാത്രം. അപ്പോൾ എങ്ങനെയാണ് ഇത് എഴുതി വെക്കേണ്ടത്, എന്താണ് ആ സംഖ്യ, എങ്ങനെ എഴുതി വെക്കണം, ഈ കാര്യങ്ങളൊക്കെയായിട്ട് ഇന്നത്തെ അധ്യായത്തിൽ ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ പോകുന്നത്. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇത് ചെയ്യേണ്ട നേരത്തെ പറ്റിയാണ്. ഇത് ചെയ്യേണ്ട നേരം എന്ന് പറയുന്നത് ദേഹശുദ്ധി വരുത്തിയിട്ട് വേണം ചെയ്യുവാൻ എന്നുള്ളതാണ്. ഇത് ചെയ്യേണ്ട രീതി എന്നുള്ളത് എന്താണ്? ദേഹശുദ്ധി വരുത്തുക എന്ന് പറയുമ്പോൾ കുളിച്ചിട്ട് ശുദ്ധിയായിട്ട് ഏറ്റവും വൃത്തിയോടുകൂടി ശുഭവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട്, അതായത് പുതിയ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ അലക്കി തേച്ചു വെച്ചിരിക്കുന്ന പുതിയ വസ്ത്രങ്ങളോ അണിഞ്ഞുകൊണ്ട് ഏറ്റവും ഐശ്വര്യമായിട്ട് കുളിച്ചു വന്ന് ഇത് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും ശരീരശുദ്ധി ഇല്ലാത്ത ശരീരത്തിൽ അശുദ്ധിയുള്ള സമയത്ത് ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഏറ്റവും പുതിയ ഐശ്വര്യമായിട്ട് കുളിച്ച് വൃത്തിയായി പകൽ സമയത്തോ അല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞോ ഏത് സമയത്ത് വേണമെങ്കിലും ഇത് ചെയ്യാമെന്നുള്ളതാണ്. ഇത് ഇന്ന ദിവസം ചെയ്യണം അല്ലെങ്കിൽ തിങ്കളാഴ്ച ചെയ്യണം, ചൊവ്വാഴ്ച ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. ചെയ്യാനായിട്ട് ആവശ്യം എന്ന് പറയുന്നത് കീറാത്ത നല്ല വൃത്തിയുള്ള ഒരു കഷ്ണം നല്ല വൃത്തിയായിട്ട് വയർ ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു മുഴുവൻ പേപ്പർ ആയിട്ടോ എടുത്ത നല്ല വെള്ള പേപ്പർ കയ്യിലുണ്ടായിരിക്കണം. കീറിയത്, അരികു കീറിപ്പോയത് അങ്ങനെയൊന്നുമുള്ള പേപ്പർ ഉണ്ടാകരുത്. ഏറ്റവും നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പേപ്പർ എടുക്കാവുന്നതാണ്. അതല്ല എങ്കിൽ ഒരു പേപ്പർ പൂർണ്ണമായിട്ട് എടുക്കാവുന്നതാണ്. പുസ്തകത്തിൽ നിന്നും മറ്റും കീറിയെടുക്കുന്ന പേപ്പർ ആയാലും കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് കീറലുകളോ വക്ക് അങ്ങനെ കീറിയിരിക്കുന്നതോ ഒന്നും പാടുള്ളതല്ല. അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഒരു A4 പേപ്പർ ഒന്നാമതായിട്ട് ഇതിന് ആവശ്യം ഒരു A4 പേപ്പർ ആണ്. എഴുതുവാനായിട്ട് പച്ച നിറത്തിലുള്ള മഷിപ്പേനയോ അല്ലെങ്കിൽ നീല നിറത്തിലുള്ള മഷിപ്പേനയോ ഉപയോഗിക്കാം. അതായത് ഒന്നുകിൽ പച്ച കളർ പേന, മഷിയിൽ എഴുതുന്ന പേന ഉണ്ടല്ലോ, അത്തരത്തിലുള്ള പച്ച കളർ പേന കൊണ്ട് എഴുതാൻ ഏറ്റവും നല്ലതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ, അത് കിട്ടുന്നതേ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നീല കളർ പേന എടുക്കാവുന്നതാണ്. ഈ രണ്ട് നിറങ്ങൾ മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. ഒരു കാരണവശാലും കറുപ്പോ അതല്ല ചുവപ്പോ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നല്ല ഒരു പേപ്പറും എടുത്തിട്ട് ഒരു പേനയും അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള ഒരു പേനയും എടുക്കുക എന്നുള്ളതാണ്. എടുത്ത് ഒരിടത്ത് സമാധാനമായിട്ട് ഇരിക്കുന്ന സമയം കിഴക്കോട്ട് തിരിഞ്ഞിരിക്കാവുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. അപ്പോൾ കിഴക്കോട്ട് മുഖം തിരിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരിടത്ത് ഒരു ഡെസ്കിലോ അല്ലെങ്കിൽ ഒരു മേശപ്പുറത്തോ ഇത് വെച്ചിട്ട് എഴുതാവുന്നതാണ്. ആദ്യം എഴുതേണ്ടത് എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമാണ്. മഹാലക്ഷ്മി ദേവിയുടെ ഓരോ ദേവീദേവന്മാർക്കും ബീജമന്ത്രാക്ഷരം എന്നുണ്ട്. അപ്പോൾ ആ ബീജമന്ത്രാക്ഷരം ആദ്യം എഴുതുക. മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രാക്ഷരം എന്ന് പറയുന്നത് ശ്രീം എന്നാണ്. അങ്ങനെയാണ് ശ്രീം എന്ന് പറയുമ്പോൾ ശ്രീം എന്ന് ആ പേപ്പറിന്റെ മുകൾ ഭാഗത്തായിട്ട് എഴുതുക. ഏറ്റവും ഐശ്വര്യമായിട്ട് ശ്രീം എന്ന് എഴുതുക. എഴുതിയതിന് ശേഷം അതിന്റെ താഴേക്കായിട്ട് ആ ശ്രീം എന്ന് എഴുതിയതിന്റെ കുറച്ച് താഴോട്ടായിട്ട് ഞാൻ ഈ പറയുന്ന പോലെ 369 എന്ന്
പറയുന്ന ആ നമ്പറാണ് നിങ്ങൾ എഴുതേണ്ടത്. ഈ നമ്പർ പലപ്പോഴും മഹാലക്ഷ്മി ദേവിയായിട്ട് പുരാണങ്ങളിലും ഒക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു നമ്പറാണ്. ഇതിനെ ഒരു ഏഞ്ചൽ നമ്പറൊക്കെ ആയിട്ട് കണക്കാക്കാറുണ്ട്. വളരെയധികം എനർജി ഉള്ള ഒരു നമ്പറായിട്ടാണ് ഈ 369 ഇതിനെ കണക്കാക്കുന്നത്. ഇതിന് ധനത്തെ നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുവാൻ ഭാഗ്യത്തെ കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു നമ്പറായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ആ ശ്രീം എന്ന ബീജാക്ഷരത്തിന്റെ താഴെയായിട്ട് 369 എന്ന് എഴുതുക. എഴുതിയതിനു ശേഷം ആ പേപ്പർ നല്ലവണ്ണം മടക്കി വെക്കുക. പറയുമ്പോൾ 2ആയിട്ട് മടക്കിയോ അല്ലെങ്കിൽ 4ആയിട്ട് മടക്കിയോ എങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യമായിട്ടുള്ളത് പേഴ്സിൽ വെക്കുവാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ മടക്കിയിട്ട് നിങ്ങളുടെ പേഴ്സിനകത്ത് ഏറ്റവും ഭദ്രമായിട്ട് വെക്കുക. അപ്പോൾ ആണുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉപയോഗിക്കുന്ന വാലറ്റിനുള്ളിൽ ഏറ്റവും മനോഹരമായിട്ട് എപ്പോഴും താഴെ വീണു പോകാത്ത രീതിയിൽ അകത്തേക്ക് നല്ലോണം കയറ്റി വെക്കുക. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പേഴ്സിനുള്ളിൽ പെട്ടെന്ന് കൈ തട്ടി താഴെ വീഴുവാനോ അല്ലെങ്കിൽ എടുക്കുമ്പോൾ പോകാത്ത രീതിയിലോ ഒന്ന് മടക്കിയിട്ട് വെക്കുക എന്നുള്ളതാണ്. വെച്ചതിനു ശേഷം നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ തുളസി കാണുമെന്ന് വിചാരിക്കുന്നു. തുളസി ചെടി അതിൽ നിന്നും ഒരു ഇല ഇറക്കുക. അപ്പോൾ രാത്രിയിൽ കൊണ്ടുപോയി ഇറുത്ത് കളയരുത്. പകൽ സമയത്ത് എപ്പോഴെങ്കിലും ഒരു തുളസി ഇല എടുത്ത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ തുളസി ഇല മാറ്റി കൊടുക്കുക. ഈ പേപ്പർ മാറ്റേണ്ട, തുളസി ഇല മാറ്റി കൊടുക്കുക. അതായത് ഒരു തുളസി ഇല വെച്ച് കഴിയുമ്പോൾ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ അത് പൂർണ്ണമായിട്ടും കരിഞ്ഞു മാറിയിട്ടുണ്ടാകും. അപ്പോൾ കരിഞ്ഞു പോയ തുളസി ഇല എടുത്ത് എവിടെയെങ്കിലും ചവിട്ടാത്തൊരിടത്ത് കളയുക. നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന തുളസി ഇലയിൽ ഒരു തുളസി ഇല എടുത്ത് ആ പേഴ്സിനുള്ളിൽ എപ്പോഴും വെച്ച് കൊടുക്കുക. നിങ്ങളിലേക്ക് ധനം ആകർഷിക്കപ്പെടും എന്നാണ് പറയുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, പണയം അല്ലെങ്കിൽ ഒരുപാട് ജപ്തിയുടെ വക്കിലൊക്കെ എത്തി നിൽക്കുന്നവർ, അങ്ങനെയുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക. ഫലം ഉറപ്പായിരിക്കും. നിങ്ങളുടെ കടവും ദുരിതങ്ങളുമൊക്കെ മാറുവാനുള്ള ഒരു വഴിയാണ് ഈ ഒരു കാര്യം. അപ്പോൾ എല്ലാവരും തന്നെ ഇത് കൃത്യമായിട്ട് ചെയ്യും എന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ എല്ലാ അധ്യായത്തിലും പറയുന്ന പോലെ എൻ്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ എൻ്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.